പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചാൽ മാത്രമേ മരണം ഒരു നേട്ടമാകുകയുള്ളൂ. ലോകത്തിൻ്റെ സ്വാധീനം വലുതായതുകൊണ്ട് മനുഷ്യർ ലോകത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. നമ്മുടെ പലരുടെയും ലക്ഷ്യം സമ്പത്തുണ്ടാക്കണം, ലോകസുഖങ്ങൾ നേടിയെടുക്കണം, ജീവിതം ആസ്വദിക്കണം, ആഡംബര ജീവിതം നയിക്കണം, വലിയ വീടും കാറും സ്വന്തമാക്കണം. അങ്ങനെ ലോകത്തിൽ പേരും പെരുമയും പ്രശസ്തിയും എല്ലാം നേടിയെടുക്കണം. ലോകത്തിൻ്റെ അംഗീകാരം നാം നേടിയെടുക്കണം. ഇതൊക്കെ വേണ്ടിയാണ് മനുഷ്യൻ പരിശ്രമിക്കുന്നത്. എന്തിന്? ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ പോലും അത് 4 പേര് അറിയണം എന്നല്ലേ നമ്മുടെ ഉള്ളിലെ വിചാരം. പക്ഷേ ഇതൊന്നും നാം മനസ്സുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കുകയില്ല. ഹൃദയത്തിൽ ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നുവെങ്കിലും ഇതൊന്നും നാം അംഗീകരിക്കാതെ അതിനെ മനസ്സിൽ താലോലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച യേശുനാഥൻ എന്താണ് നമ്മോട് പറയുന്നത്? ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. യേശു ചോദിക്കുന്നു, ധനവാനാകാൻ ആഗ്രഹിക്കുന്ന ഭോഷ, നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ നീ സമ്പാദിച്ചത് ആരുടേതായി തീരും? മത്തായി 16:26 യേശു ചോദിക്കുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് അതുകൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി അവനെന്ത് കൊടുക്കും? ഫിലിപ്പി 3:8-9 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് യേശു ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. യേശുവിനെ അറിയുക, യേശുവിനെ സ്വന്തമാക്കുക എന്നതായിരിക്കണം നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലവിധ ആവശ്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. തക്ക സമയത്ത് ദൈവം അവയെല്ലാം നമുക്ക് നൽകുക തന്നെ ചെയ്യും. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്, അവകാശികളുമാണ്. നാം എന്താണ് ആദ്യം ചെയ്യേണ്ടത്? മത്തായിയുടെ സുവിശേഷം 6:33 തിരുവചനം പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി നാം മാറുമ്പോൾ നാം ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നവരായി മാറുകയാണ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഈ തിരുവചനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും എല്ലാം കടന്നു പോകും. ഇതെല്ലാം ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ തരുന്നത് സാത്താനാണ്. സാത്താൻ നമ്മിൽ നിന്ന് ഓടി അകന്നു പോകും. അതിനാൽ ജീവിക്കുന്നവരായ നാം ഇനിയും നമുക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി മരിക്കുകയും നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി നാം മാറണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.